നമസ്കാരം. നാട്ടിലൂടെയുള്ള സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വ്യത്യസ്തമായ വഴി തെളിയിച്ച പ്രവാസിയും സാമൂഹ്യ സ്നേഹിയുമായ ശ്രീ സി ജോർജാണ്. അരനൂറ്റാണ്ടിൻ്റെ പ്രവാസ ജീവിതം, അതിൽ നിന്നും അധ്വാനത്തിൽ നിന്ന് നേടിയ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന്. കാരുണ്യം പറ്റുന്ന ആധുനിക സമൂഹത്തിന് ഉദാത്ത മാതൃകയാകുകയാണ് ക്രിസ്റ്റി ജോർജ് എന്ന പ്രവാസി മലയാളി. 77ന്റെ ധന്യതയിലും സമൂഹത്തിൻ്റെ താഴേക്കടയിലേക്ക് സാഗൂതം നോക്കുകയും അവർക്ക് വേണ്ട ഒരു കൈ സഹായവും നൽകുന്ന ജോർജിന് സംരംഭങ്ങളും സമാന്തരമായി ലോകമെങ്ങും മുന്നേറുകയാണ്. ആലംബഹീനരും നിർധനരുമായ കുട്ടികൾക്കുള്ള സൗജന്യ പഠന കേന്ദ്രം, 1000 ഭൂരഹിതർക്ക് 2 സെന്റ് വീതം ഭൂമി, ചെന്നൈയിലെ കുപ്രസിദ്ധ ചേരിയായ വളാഞ്ചേരിയുടെ പുനരുദ്ധാരണം, അനാഥ മന്ദിരങ്ങൾ, ആതുരാലയങ്ങൾ, അങ്ങനെ നീളുന്നു ജോർജിന്റെ ആരുമറിയാത്ത സഹായ ദൗത്യങ്ങൾ. പക്ഷേ അതിനോടൊപ്പം കടന്നുവന്ന അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ചെറുതുമല്ല. ഈ പ്രവർത്തനങ്ങളെ ശ്രീമതി സോണിയാഗാന്ധി നേരിട്ട് വന്നെത്തി അഭിനന്ദിച്ചതും നിരവധി പേർ മാതൃകയാക്കിയതും ജോർജിന്റെ പ്രവർത്തന വിജയത്തിന്റെ തെളിവാണ്. ആ കഥ പറയുകയാണിവിടെ. മാണിക്യത്തിന്റെ കാരുണ്യ കഥകൾ. ചരിത്രസ്മൃതികൾ ശംഖുവിളിക്കുന്ന പുണ്യനഗരമാണ് തിരുവനന്തപുരം. അനന്തശായിയായ ശ്രീപത്മനാഭന്റെ തിരുസവിധം രാജഭരണകാലത്ത് തന്നെ ആസ്ഥാന നഗരമായി മാറിയിരുന്നു. ജനകീയ ഗവൺമെന്റ് കേരളത്തിലെത്തിയപ്പോഴും തലസ്ഥാന മഹിമ ചാർത്താൻ തിരുവനന്തപുരമല്ലാതെ മറ്റൊരു ജില്ലയെ പരിഗണിക്കാനില്ലായിരുന്നു. കാലം കഴിഞ്ഞിട്ടും ഒരു നഗരഹൃദയത്തിന്റെ തിരക്കിന്റെ വിഹുലതകളിലേക്ക് കടക്കാതെ നന്മയുടെ തണലായി തിരക്കിന്റെ ലോകത്ത് തന്നെയാണ് ഈ തലസ്ഥാന നഗരം. ചരിത്രമുറങ്ങുന്ന ഈ തിരുനഗരിയുടെ സമ്പന്ന മേഖലയായ കവടിയാറിലെ പണ്ഡിറ്റ് കോളനിയിൽ 25-ാം നമ്പർ വീട്ടിലെത്തുകയാണ് നാം. ജമ്മെന്ന ഈ വീടിന്റെ താഴത്തെ നില ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഓഫീസാക്കി മാറ്റി ജീവിതത്തിന്റെ വിശ്രമമേള മാതൃകാപരമാക്കുകയാണ് സി ജോർജ് എന്ന ക്രിസ്റ്റഫർ ജോർജ്. 77-ാം വയസ്സിലും ചടുലതയോടെ ഏകാഗ്രതയോടെ കാര്യങ്ങൾ നിൽക്കുന്ന ജോർജ് മെയിലും മറുപടികളുമെല്ലാം സ്വയം ചെയ്യുന്നതാണ് രീതി. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിൽ നിന്നും 55 വർഷം മുമ്പ് വിട ചൊല്ലിയ ജോർജ് ജീവിത നിയോഗം പോലെ സ്വന്തം തട്ടകം തിരഞ്ഞെടുക്കുകയായിരുന്നു. മാവേലിക്കരയിലെ സമ്പന്നമായ പൗരത്വ കുടുംബത്തിൽ പി ജോർജിന്റെ 9 മക്കളിൽ രണ്ടാമനായി ജനിച്ച ജോർജ് ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ച പണവും പദവിയുമെല്ലാം ഇല്ലാത്തവർക്ക് കൂടി പങ്കുവയ്ക്കുകയെന്നത് ജീവിതചര്യയാക്കി മാറ്റിയിരിക്കുന്നു. തനിക്കുള്ളതെല്ലാം കാരുണ്യവാനായ തമ്പുരാൻ തരികയാണെങ്കിൽ അത് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കണമെന്ന മനസ്സാണ് ജോർജിനെ ഈ വഴിയിലേക്ക് ചിന്തിപ്പിച്ചതും എത്തിച്ചതും. തിരക്കിന്റെ വേളയിൽ ആ വഴികളെക്കുറിച്ച് ജോർജ് നമ്മോട് പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. ഏകദേശം അരനൂറ്റാണ്ട് കാലത്തെ പ്രവാസി ജീവിതം, പിന്നെ ഇപ്പോൾ സ്വന്തം നാട്ടിൽ വിശ്രമവും അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എങ്ങനെയായിരുന്നു അങ്ങയുടെ പ്രവാസി ജീവിതത്തിൻ്റെ തുടക്കം? അത് 1963-ലാണ്. 63-ൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു കുവൈറ്റിൽ, അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ. അതിൽ ഞാൻ സെലക്റ്റഡായി. അങ്ങനെ ഞാൻ ഒരു ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ടെക്നിക്കൽ
അസിസ്റ്റൻ്റായിട്ട് എനിക്കൊരു ജോലി കിട്ടി. അവിടെ ഞാൻ ഏതാണ്ട് 9 വർഷത്തോളം ഞാൻ ആ ജോലി ചെയ്തു. അതുവരെ നാട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു? ഇന്ത്യയിൽ ഞാൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൽ തന്നെയായിരുന്നു. ഇവിടെ റിക്രൂട്ട് ചെയ്ത് ഞാനിവിടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോലി തന്നെയാണ് എനിക്ക് റിക്രൂട്ടായിട്ട് അവിടെ കിട്ടിയത്. കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു അല്ലേ? കുവൈറ്റ് ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടുത്തെ ജോലിയുടെ ഒരു രീതി എങ്ങനെയായിരുന്നു? നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്. 6 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അപ്പോൾ 24 മണിക്കൂറിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ 6 മണിക്കൂർ വേണം. പിന്നെയും കിടപ്പുണ്ട് 10-12 മണിക്കൂർ. അപ്പോൾ ആ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങി. കറസ്പോണ്ടൻസും അതും ഇതൊക്കെ ആയിട്ട് ആ ജോലി വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ, നല്ല ഇൻകം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഗവൺമെൻറ് ജോലി രാജിവെച്ച് സ്വന്തമായിട്ട് അവിടുത്തെ ഉള്ള ഒരു ലോക്കൽ അറബി പാർട്ട്ണറുമായിട്ട് ചേർന്ന് അൽജസാർ ആൻഡ് ജോർജ് കമ്പനി ലിമിറ്റഡ് എന്നും പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു ബിസിനസ് തുടങ്ങി. അത് 1972 അത് ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നത്. അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് എപ്പോഴാണ്? ഗൾഫിൽ എല്ലായിടത്തും വിൽക്കുന്നതിനുള്ള ചാൻസുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ദുബൈയിലൊരു ഓഫീസ് തുടങ്ങി. അത് ഇത് വന്നുകൊണ്ടിരുന്നതെല്ലാം മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സിംഗപ്പൂരിലൊരു ഓഫീസ് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലും ഓഫീസുകളൊക്കെ, മലേഷ്യ, പിന്നെ റുമേനിയയിൽ നിന്ന് ഞങ്ങൾ ധാരാളം ടിമ്പർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ റുമേനിയയിലും ഒരു ഓഫീസ് തുടങ്ങി. അങ്ങനെ അത് അധികം തൊഴിലാളികൾ വേണ്ടാത്ത ഒരു സംരംഭമായിരുന്നു. ഒരു മാസീവ് സ്കെയിലിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ആ ഫീൽഡല്ല ഞങ്ങളുടേത്. ചാരിറ്റി എന്നൊരാശയം എപ്പോഴാണ് അങ്ങയുടെ മനസ്സിൽ വന്നത്? അത് ഒരു പ്രിൻസിപ്പിൾ അതിനകത്തുണ്ട്. അതായത് നമ്മൾ ലോകചരിത്രം പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഏത് ബിസിനസ് ചെയ്യുന്നവനും ചാരിറ്റബിൾ ഫീൽഡിലും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പണം മുടക്കുന്നവർ, ദാറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ വേ ഓഫ് ഗ്രോത്ത്. ഇപ്പോൾ ബിൽഗേറ്റ് തന്നെ എത്ര ബില്യൺസാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അമേരിക്കയിലെ കോർപ്പറേറ്റ് ഗിവിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു 12 വോളിയമുള്ള ഒരു ബുക്ക് ഇതുണ്ട്, ഡയറക്ടറി ഉണ്ട്. മില്യൺസ് കണക്കിന് ഡോളർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. അവരുടെ പ്രിൻസിപ്പിളാണത്. ഈ ചാരിറ്റിയെക്കുറിച്ചൊരു സ്പാർക്ക് അങ്ങയുടെ മനസ്സിൽ വന്നത് എപ്പോഴാണ്? എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് ഒരു ചാരിറ്റബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് പോലും ഞാൻ 5 രൂപയോ 10 രൂപ, അന്ന് 65 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ കൊടുക്കുമായിരുന്നു ആർക്കെങ്കിലും ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾക്ക്. അത് ഈ കുവൈറ്റിൽ ചെന്ന് ധാരാളം പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ, സേവിങ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. അതിനാണ് ജെംസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്, ജോർജ് എഡ്യൂക്കേഷണൽ മെഡിക്കൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. അത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പേരിലാണ് ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് ചാരിറ്റിക്കായി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ അധ്വാനം കൊണ്ട് കുറേ പേർക്ക് നമ്മൾ ആരും ചോദിക്കാതെ തന്നെ നമ്മൾ അങ്ങോട്ട് വോളണ്ടിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ തന്നെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി കൂടുതൽ പണം ചിലവാക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പണം വന്നു ചേരും എന്നൊരു അഭിപ്രായമുണ്ടോ? ഒരു വലിയ ശക്തിയാണ് ഈ ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബലമാണ് തരുന്നത്. അത് ഒരു വലിയ ശക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ മുടക്കുന്ന ഓരോ രൂപയും എത്തേണ്ടിടത്ത് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ? ഒരു പരിധി വരെ പറ്റുന്നുണ്ട്. നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ പണമെല്ലാം വല്ലയിടത്തും വേസ്റ്റായിട്ട് പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫെസിലിറ്റി കൊടുക്കാൻ, ഇപ്പോൾ മെഡിക്കൽ എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ കുറേ ഫണ്ട് മാറ്റി വെച്ചു, തീർച്ചയായിട്ടും അവിടെ പിൽഫറേജ് വരും. അപ്പോൾ അത് എത്തേണ്ടിടത്ത് ചെല്ലത്തില്ല. ആ ഏരിയയിലെല്ലാം നമ്മളുടെ അറ്റൻഷൻ ചെന്നിരിക്കണം, അല്ലെങ്കിൽ പോക്കാം. അങ്ങനെ വിദേശത്തെ അധ്വാനത്തിന്റെ ഒരു പങ്ക് നാട്ടിലെ ആലംബഹീനർക്കായി മാറ്റിവെക്കുവാൻ 90കളിൽ തീരുമാനിച്ച ക്രിസ്റ്റി ജോർജ് സ്വന്തം നാടായ മാവേലിക്കരയിൽ ജെംസ് ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു ആതുരാലയത്തിന് തുടക്കമിട്ടു. ചെന്നൈ നഗരത്തിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം ആവിഷ്കരിച്ച ചേരി നിർമ്മാർജ്ജനമായിരുന്നു അതിൽ പ്രധാനം. വേലാഞ്ചേരി എന്ന ദുരിതചേരിയെ ഫൗണ്ടേഷന്റെ സഹായത്തോടെ
ജോർജ് മാറ്റിയെടുത്തു. അതിന് ചിലവഴിച്ച തുക മദ്രാസിലെ മന്ദിര സമുച്ചയത്തിൽ നിന്ന് കിട്ടിയ വാടകയായിരുന്നു. എനിക്ക് മദ്രാസിൽ വീടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് മദ്രാസിൽ വീടുണ്ട്. അന്നേരം ജെയിംസ് ഫൗണ്ടേഷൻ്റെ ഒരു പേരിൽ തന്നെ ഒരു വലിയ ബിൽഡിങ് മൗണ്ട് റോഡിൽ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിന് ഒരു മാസം ഏതാണ്ട് 12 ലക്ഷം രൂപയോളം റെൻറ്റ് കിട്ടുന്നുണ്ട് ഒരു മാസം. ആ കാശാണ് ഞങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ ഈ മദ്രാസിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഈ മെഡിക്കൽ ഫീൽഡിൽ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങി. അപ്പോഴാണ് തമിഴ്നാട് സ്ലം ക്ലിയറൻസ് ബോർഡ് എന്നും പറഞ്ഞ് അവിടെ ഒരു വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അവരെ ഞങ്ങളെ അപ്രോച്ച് ചെയ്തു. വൈ ഡോണ്ട് യു ഡു ടേക്ക് ഓവർ വേളാച്ചേരി പേയ്മെൻറ്റ് ആൻഡ് സ്ലം ഡ്വല്ലേഴ്സ് റീഹാബിലിറ്റേഷൻ. അങ്ങനെയാണ് ഞങ്ങൾ 2600 ഫാമിലീസ് റീഹാബിലിറ്റേറ്റ് ചെയ്ത ഒരു ഏരിയ മുഴുവനും ഞങ്ങളെ ഏൽപ്പിച്ചു ടു ഡു ഓൾ ദ സോഷ്യൽ വർക്ക് ഇൻ ദാറ്റ് പ്ലേസ്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഫീൽഡിൽ അവിടെ ചെല്ലുന്നത്. വളരെ മോശമായ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളിത് ചെല്ലുന്ന സമയത്ത്. അവിടെ എങ്ങും സാനിറ്റേഷനൊന്നുമില്ല. അവിടെ എല്ലാം റോഡിലെല്ലാം ആളുകൾ ഡെഫിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ മഹാവൃത്തികേടായിട്ട് നടന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ ചെന്നതിന് ശേഷം ഗവൺമെൻറ്റിനകത്ത് ഉള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ എല്ലാവർക്കും ടോയ്ലറ്റ്സ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുണ്ടായി. നേഴ്സറി ക്ലാസ്സുകൾ അതിനുള്ള കെട്ടിടങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, ഞങ്ങളുടെ ചിലവിൽ ഞങ്ങൾ ചെയ്തു. പക്ഷേ സർക്കാർ സ്ഥലം തന്നു. ഞങ്ങൾ നേഴ്സറി ക്ലാസ്സുകൾ അങ്ങനെ ഏതാണ്ട് ഒരു 10 നേഴ്സറി ക്ലാസ് ഞങ്ങൾ തുടങ്ങി. 5 വർഷം കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഒരു മോച്ചായ തന്നെ മാറ്റിയെന്ന് പറയാം. ഞാൻ അവിടെ ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങി. അപ്പോഴേക്കും അവർക്കെല്ലാം ജോലി കിട്ടി. പിന്നെ ആ ക്ലെൻലിനെസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുക്കും. ഇഫ് യു ഗോ ദെയർ യു വിൽ നോട്ട് ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ സ്ലം. ഈ പ്രവർത്തനത്തിൽ അങ്ങേ സോണിയാഗാന്ധി വരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചിരുന്നല്ലേ? ആ കാലഘട്ടത്തിൽ സോണിയാജി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണായിരുന്നു. അവർ മദ്രാസിൽ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉടനെ ഐ വാസ് ഗിവൺ ആൻ അപ്പോയിൻമെൻറ്റ്. അവിടെ ഗവർണറിൻ്റെ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങൾ വി ഹാഡ് എ സ്മോൾ മീറ്റിംഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു റിപ്പോർട്ടൊക്കെ ഞാൻ അവിടെ കൊടുത്തു. ദേ വർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് നേടിയ പദവിയും പ്രതിഫലവും കൊണ്ട് ലോകരാഷ്ട്രങ്ങളിലെല്ലാം സഞ്ചരിക്കുകയും സ്വന്തം കൈമുദ്രണം ചാർത്തുകയും ചെയ്ത ജോർജ് സാർ നമ്മുടെ സ്വന്തം നാടിൻ്റെ മാറ്റങ്ങൾ ഒരു നിരൂപകനെ പോലെ വിലയിരുത്തുകയാണ്. വീട്ടിൽ നിന്നും ഔദ്യോഗിക കാര്യങ്ങൾക്കുള്ള ഈ പതിവ് യാത്രയിൽ ആ മാറ്റങ്ങൾ അദ്ദേഹം അറിയുകയും ചെയ്യുന്നു. കേരളം സാക്ഷരതയിലും സാംസ്കാരിക സമ്പന്നതയിലും പ്രബുദ്ധതയിലും മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും അർഹമായ വിജയവും മുന്നേറ്റവും സാമൂഹിക രംഗത്ത് ഇനിയും നേടിയെടുക്കുന്നതിൽ നാം അമാന്തിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മാവേലിക്കരയിൽ ജം ഫൗണ്ടേഷന്റെ കീഴിൽ ആതുരാലയവും ചടയമംഗലത്ത് നിർധനരായ കുട്ടികൾക്ക് ബോർഡിംഗ് സ്കൂളും പാഠശാലയിൽ അഗതി മന്ദിരവുമൊക്കെ തുടങ്ങിയ ജോർജ് ഭൂരഹിതരായ നിർധനർക്കായി കൊണ്ടുവന്ന സൗജന്യ ഭൂവിതരണ പദ്ധതി നാടിന് തന്നെ അഭിമാനമായിരുന്നു. ഞങ്ങൾ വേറെ ഒരു വലിയ ഒരു ചാരിറ്റബിൾ പ്രവർത്തനം ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1000 പേർക്ക് ഞങ്ങൾ 2 സെൻറ്റ് സ്ഥലം വീതം വെറുതെ കൊടുത്തു. അവരുടെയൊക്കെ പടങ്ങൾ ആ ബ്രോഷറിനകത്തുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൻസ്.
അതാണ് ഞാൻ നോക്കിയിട്ട് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതിനേക്കാളും വലിയ ഒരു സഹായമായിട്ട് അവരിപ്പോൾ കൺസിഡർ ചെയ്യുന്ന അതാണ്. അന്ന് ഞങ്ങൾ 10,000 രൂപയുടെ സ്ഥലമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ സ്ഥലത്തിനൊക്കെ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ വിലയായി. പലയിടത്തായിട്ട് ഈ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾ സ്ഥലം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ചില ബെനിഫിഷ്യറീസ് അവർ തന്നെ സ്ഥലം പോയി മേടിച്ച് ഞങ്ങൾ അവർക്ക് കാശ് കൊടുത്തു 10,000 രൂപ വീതം. നെടുമങ്ങാടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ 200 പേർക്ക് ഞങ്ങൾ സ്ഥലം കൊടുത്തു. അതിൽ അവർ സ്വന്തമായിട്ട് വീട് വെച്ച് അവർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു 20 പേർക്കോളം ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിച്ചാണ് അവർ അത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ സർക്കാരിന് അന്നൊരു സ്കീമുണ്ടായിരുന്നു. 2 സെൻറ്റ് സ്ഥലം ഉള്ളവർക്ക് സർക്കാരിൽ നിന്ന് വീട് വെക്കാനായിട്ട് 40,000 രൂപ കൊടുക്കുന്ന ഒരു സ്കീമുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ സ്കീം. അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം കൊടുത്തത്. അപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വെക്കാൻ ഒക്കത്തില്ലല്ലോ. ഇതിനൊക്കെ പുറമെ അങ്ങ് കേരളത്തിൽ 300ഓളം നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു. അതെങ്ങനെയാണ് തുടങ്ങിയത്? അത് ഈ നമ്മുടെ സമൂഹത്തിൽ വളരെ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഓർഫൻസ് തന്നെയുണ്ട് ഒരുപാട്. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു സഹായം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത്. അതായത് അവർക്കൊക്കെ കംപ്ലീറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ്, അക്കോമഡേഷൻ, യൂണിഫോം, സ്കൂൾ ബുക്സ്, ഇതിനെല്ലാം പുറമെ ട്യൂഷനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചടയമംഗലം സ്കൂളിൽ കഴിഞ്ഞ വർഷം 96% പാസ് ഉണ്ടായിരുന്നു. 5 കുട്ടികൾക്ക് ഓൾ സബ്ജക്ട്സ് A+ കിട്ടിയായിരുന്നു അന്ന്. ദാറ്റ് വാസ് ലാസ്റ്റ് ഇയർ. അങ്ങ് ഈ സംരംഭം തുടങ്ങിയിട്ട് 14 വർഷമായെന്ന് പറയുന്നു. അവർ പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും കുട്ടികൾ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞു? മുഖ്യധാര ഇപ്പം അതിനകത്തുനിന്ന് ഞങ്ങൾ തുടങ്ങിയത് ഏതാണ്ട് ഒരു 13-14 വർഷത്തിന് മുമ്പാണ്. അന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലായിരുന്നു. സ്കൂളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഞങ്ങളൊരു സ്കൂൾ നെടുമങ്ങാട് തുടങ്ങിയിരുന്നു. ആ കുട്ടികളെല്ലാം ഇപ്പോൾ BSc നേഴ്സിങ്ങിന് പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവരുണ്ട്, BTech എന്നൊക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം വളരെ നല്ലവണ്ണം പഠിച്ചു വരുന്ന കുട്ടികളുണ്ട് അതിനകത്ത്. പലർക്കും ജോലി കിട്ടിപ്പോയിട്ടുണ്ട്. ഈ പതിവ് യാത്രയിൽ കവടിയാറിലെ സാൽവേഷന്റെ പള്ളിയിലെത്തുന്ന ജോർജ് സാർ ഇതും തന്റെ ഒരു ദാനത്തിന്റെ ഭാഗമാണെന്ന് പറയാതെ പറഞ്ഞു. പിതാവ് P. ജോർജിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകിയ ഈ പള്ളിയിലെ പതിവ് സന്ദർശകൻ കൂടിയാണ് ക്രിസ്റ്റഫർ ജോർജ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് അധിക സമയമെടുക്കുന്നില്ല. പ്രാർത്ഥനയിൽ